ഏവർക്കും ദൈവനാമത്തിൽ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ നമ്മെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാൻ, നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിൻ്റെ ദൈവ ഉദ്ദേശത്തെ മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 39-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഒന്നുകൂടെ വായിക്കാം. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് തന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം, നമ്മുടെ നില, നമ്മുടെ വില എത്രമാത്രം ഉണ്ട്? ദൈവദൃഷ്ടിയിൽ നാം വെറും ക്ഷണികന്, അല്പ ആയുസ് മാത്രം ഉള്ളവർ. ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് 70 വർഷം, ഏറെയായാൽ 80 വർഷം. ഈ ആയുസ്സിനെക്കുറിച്ച്, ഇത്രയും നാൾ നീണ്ടിരിക്കുന്ന ആയുസ്സിനെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ, എന്തെല്ലാം വിചാരങ്ങളാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. നമുക്ക് എന്തൊക്കെ നേടണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നത്, ഈ ആയുസ്സിൽ നാം ചെലവഴിക്കുന്നത് മറ്റുള്ളവരെക്കാൾ മികച്ച ഒരു ജീവിതം നയിക്കുവാൻ ഉള്ള പ്ലാനും പദ്ധതിയുമാണ്, രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മാനുഷികമായ ഈ പദ്ധതി ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് നാം ശോധന ചെയ്യാറുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം പ്രസാദിക്കുന്ന നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പദ്ധതികളും ഒക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഉരുത്തിരിയുന്നുണ്ടോ? നാം തന്നെ നിരൂപിക്കുന്നവ നാം ജഡത്തിൽ വസിച്ചുകൊണ്ടാണ് നാം നിരൂപിക്കുന്നത്. ജഡത്തിൽ വസിച്ചുകൊണ്ട് നാം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ പലപ്പോഴും പരാജയത്തിൽ മാത്രമാണ് കലാശിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാം. നാം എത്ര ക്ഷണികരാണ്. അല്പ ആയുസ് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ തരുന്നുള്ളൂ. അതിൽ തന്നെ ജീവിതത്തിൻ്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ പല ഘട്ടങ്ങൾ നാം തരണം ചെയ്ത് മാത്രമേ നമ്മുടെ ഒരായുസ് തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ തന്നെ ഓരോ ഘട്ടത്തിനും എത്രമാത്രം പ്രസക്തിയുണ്ട്. വളരെ നിസ്സാരമായ പ്രസക്തി മാത്രമാണ് ഉള്ളത്. നമ്മുടെ ബാല്യകാലം നാം എങ്ങനെ ചെലവഴിച്ചു? ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ നമുക്ക് കാണിച്ചത് അന്ന് മാതൃക. അവൻ പൈതലായിരുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. പൈതൽ വളരുമ്പോൾ വീണും എഴുന്നേറ്റും ആണ് നടക്കാൻ പഠിക്കുന്നത്. ഒരുപാട് വീഴ്ചകൾ തരണം ചെയ്തെങ്കിലേ സ്വന്തം കാലിൽ നിൽക്കുവാനൊരു പൈതൽ പ്രാപ്തനാകുകയുള്ളൂ. ആ വീഴ്ചയുടെ ഇടയിൽ തന്നെക്കുറിച്ച് തന്നെ വില കുറച്ചൊരു പൈതൽ ഒരിക്കലും നിരൂപിക്കുന്നില്ല. വീണ്ടും പരിശ്രമിക്കുക. എത്രമാത്രം വീഴ്ച
സംഭവിച്ചാലും ഒരു നടക്കാൻ തുടങ്ങുന്ന ഒരു പൈതൽ ഉത്സാഹത്തോടെ, പൂർവാധിക ഉത്സാഹത്തോടെ എഴുന്നേറ്റ് അടുത്ത പരിശ്രമം നടത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ വളരുന്നത് കർത്താവിൻ്റെ ബാല്യത്തിൽ അവൻ ജ്ഞാനം നിറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എത്ര വീണാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് പിന്നെയും നടക്കുമ്പോൾ അവിടെ ജ്ഞാനമാണ്. പരാജയത്തിൽ നിരാശനായി പുറകോട്ട് പോകുകയല്ല, ആത്മാവിൽ ബലപ്പെട്ടു. മാത്രമല്ല ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ വളർച്ചയാണ് നമുക്ക് മാതൃകയായിരിക്കേണ്ടത്. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ച് ലോകത്തിലാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. നാം ക്ഷണികരാണ്. അല്പ ആയുസ് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ഈ ക്ഷണികമായ ആയുസ് തന്ന് ഈ ലോകത്തിലേക്ക് അയച്ചത്? കർത്താവിനോടൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ദൈവം അറിയുന്നു. ഇരമ്യാവ് 29:11. നമ്മുടെ ഈ ക്ഷണികമായ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ ഒളിച്ചിരിക്കുന്നു. ആ ഒരു ബോധത്തിൽ ഈ ലോകജീവിതം നയിച്ചാൽ നമുക്ക് ധന്യമായൊരു ജീവിതം കാഴ്ചവയ്ക്കാം. സമൂഹത്തിൽ പരിവർത്തനം വരുത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും. നമുക്ക് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നാം ജീവിക്കുന്ന സമൂഹം പരിവർത്തനം ആവശ്യമുള്ളൊരു സമൂഹമാണ്. ആ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് പരിവർത്തനം വരുത്തുവാൻ കഴിയും? നമുക്ക് ഈ ഒരു അവബോധം ആവശ്യമാണ്. എൻ്റെ ഈ ആയുസ് എത്ര ക്ഷണികമാണ്. ഈ ആയുസ്സിൻ്റെ ഇടയിൽ ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ ചിന്തിക്കുന്ന നിരൂപണങ്ങൾ, ഞാൻ പെരുമാറുന്ന പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള മനോഭാവങ്ങൾ, ഇവയൊക്കെയും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അല്പ ആയുസ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിനി ആവർത്തിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ സെക്കൻഡും ജാഗ്രതയോടെ ജീവിക്കുവാൻ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. ഈ ആയുസ്സിൽ നാം ജീവിക്കുമ്പോൾ നാം എന്താണ് ഓർത്തിരിക്കുവാനുള്ളത്? ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ദൈവം എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. 139 സങ്കീർത്തനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. എന്നെ ശോധന ചെയ്യുന്ന ഒരു ദൈവം എന്നെ എന്തിനു ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നു? ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഞാൻ എന്തോ ചെയ്താലും അതൊക്കെയും ദൈവം എനിക്ക് നന്മയ്ക്കാക്കി തരും എന്നൊരു മിഥ്യാബോധം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ മിഥ്യാബോധം പലപ്പോഴും നമ്മളെ ലക്ഷ്യമില്ലാത്തവരും പ്രയോജനമില്ലാത്തവരും ആക്കി തീർക്കും. നാം വെറുതെ നമ്മുടെ ആയുസ് വലിയ വീറോടെ ചെലവഴിക്കും. നമ്മുടെ വാക്കുകൾ എത്ര
ശക്തിയുള്ള വാക്കുകളായാലും അവയൊക്കെ നിഷ്പ്രയോജനമാണ് എന്നുള്ളത് കാലം തെളിയിച്ചോളും. ദൈവഹിതപ്രകാരം നമ്മുടെ ആയുസ് ജീവിച്ച് തീർക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്? മനുഷ്യനിൽ നിന്നും സ്തുതികൾ ആഗ്രഹിക്കുന്ന ദൈവം. അവൻ നമുക്ക് വീണ്ടും വീണ്ടും അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. എന്തിനെല്ലാം വേണ്ടിയാണ് നാം സ്തുതിക്കുന്നത്? നമുക്ക് പ്രിയങ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് അപ്രിയമായ കാര്യങ്ങൾക്ക് വേണ്ടിയും സ്തുതിക്കുവാൻ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. 3 യുവാക്കളെ അഗ്നിജ്വാലയിൽ എറിഞ്ഞപ്പോൾ അവരുടെ പാട്ട്, അവർ പാടിയ പാട്ട് നമ്മുടെ ആരാധനയെ അത് പകർത്തിയിട്ടുണ്ട്. അപ്പോക്രിഫയിൽ നിന്നും ഉള്ള ഭാഗമാണ് 3 വിശുദ്ധ യുവാക്കളുടെ പാട്ട്. അതിനകത്ത് ഒരു വാക്യത്തിൽ അവർ പറയുന്നുണ്ട്, മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവേ, അവനെ എന്നും വാഴ്ത്തി സ്തുതിക്കണം. പ്രകൃതിയിൽ നാം ഭയപ്പെടുന്ന മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുകയും ആ മിന്നലുകളെക്കുറിച്ചും മേഘങ്ങളെക്കുറിച്ചും കാർമേഘങ്ങളെക്കുറിച്ചും ഉള്ള ദൈവത്തിലെ അഗ്നിജ്വാലയിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന യുവാക്കളുടെ മനസ്സിൽ വരുന്ന ചിന്ത, ആ മിന്നലുകളും മേഘങ്ങളും ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ദൈവം അയച്ചിരിക്കുന്നത്. അവനെ എന്നും വാഴ്ത്തിപ്പുകഴ്ത്തണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങൾ വരുമ്പോഴും ആ അനർത്ഥങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരം നമുക്ക് ആവശ്യമാണ്. അവിടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് നമ്മളല്ല, പരിപൂർണമായ ദൈവാത്മാവിന് നാം വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട അവബോധം, ദൈവം എന്നെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ അവസരം എനിക്കിനി കിട്ടുന്നില്ല. ഈ അവസരം ഇനി അടുത്ത അവസരത്തിലാകട്ടെ ഇതൊക്കെ പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഓരോ അവസരത്തിലും അതിനനുയോജ്യമായ പ്രതികരണം എന്നിൽ നിന്നും ഉളവാകണം. അങ്ങനെ ഉളവാകുന്ന പ്രതികരണത്തെക്കുറിച്ച് നാം ബോധമുള്ളവരാവണം. അത് ചെയ്യണമെങ്കിൽ നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവത്തെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. 139 സങ്കീർത്തനത്തിൽ കർത്താവ് നമ്മെ ശോധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, എവിടെയെല്ലാമാണ് ശോധന ചെയ്യുന്നതെന്ന് ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവം അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്? എന്നെ ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ആ ഇരിപ്പിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് എന്നെ ഉദ്ദേശത്തിലാണ്. ദൈവത്തെ സ്തുതിക്കാനാണോ? അതോ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ, സഹോദരനെ നിന്ദിക്കാനാണോ? യാക്കോബിൻ്റെ ലേഖനത്തിൽ അത് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. നിൻ്റെ നാവുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കും, അതേ നാവുകൊണ്ട് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിൻ്റെ സഹോദരനെ നിന്ദിക്കുകയും ചെയ്യുന്നു. അല്ല,
ദൈവം നിനക്ക് നാവ് തന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ അവസരത്തിലും ദൈവത്തെ സ്തുതിക്കാനാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തുതി എപ്പോഴും നാവിന്മേൽ ഇരിക്കണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. അവിടെയൊക്കെ നമുക്ക് പാളിച്ച പറ്റുന്നുണ്ട്. ഞാൻ ഇരിക്കുമ്പോഴുള്ള എൻ്റെ നിരൂപണം, ഞാൻ എഴുന്നേൽക്കുമ്പോഴുള്ള എൻ്റെ നിരൂപണം, പിന്നെ തുടർന്ന് പറയുകയാണ്, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഞാൻ നടക്കുന്നത് ശോധന ചെയ്യുന്ന ദൈവം. ഇപ്പോൾ കാലിടറുമെന്ന് പേടിക്കണം വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതനാണ്. കാലിടറാതെ നേരെ നടക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ദൈവം. ഞാൻ കിടന്നിട്ട് എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളവരല്ല നാം ഓരോരുത്തരും. ദൈവം എന്നെ താങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയൂ. ആ ഒരു ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുവാൻ ഓരോ നിമിഷം ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. എൻ്റെ വഴികളൊക്കെയും ദൈവമേ നിനക്ക് മനസ്സിലായിരിക്കുന്നു. മനുഷ്യർക്കാർക്ക് മനസ്സിലായതിന് വരികയില്ല. എത്ര ആത്മാർത്ഥ സ്നേഹിതരാണെന്ന് പറഞ്ഞാലും ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവമേ നീ എന്നൊക്കെ എല്ലാം മനസ്സിലാകും. എൻ്റെ വഴികൾ ഞാൻ എന്നെ തന്നെ ഈ ആപത്ത് നിറഞ്ഞ ലോകത്തിൽ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്നെ ഏറ്റുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ ഇഹലോക ജീവിതത്തിലെ ആയുസ്സിൻ്റെ ഓരോ നാളും ചിലവഴിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരണമേ. തുടർന്നുള്ള വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, ഒരു വലിയ പരിജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. 6-ാമത്തെ വാക്യം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ഏത് പരിജ്ഞാനമാണ്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പരിജ്ഞാനം ഉണ്ട്. അത് ദൈവപരിപാലനത്തിൻ്റെ പരിജ്ഞാനമാണ്. ദൈവം എന്നെ എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ ഈ ലോകത്തിൽ പരിപാലിക്കുന്നു എന്ന് വിചിന്തനം ചെയ്യുവാൻ എൻ്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ദൈവം എത്രമാത്രം കരുതലോടെയാണ് പരിപാലിക്കുന്നത്. 5-ാം വാക്യത്തിൽ ആ പരിപാലനയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു. നീ മുൻപും പിൻപും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ആ ഒരു അനുഭവം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഇരിക്കുന്നു. ഒരു കുഞ്ഞിനെ നടക്കുവാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ നാം നടക്കുമ്പോൾ അവരുടെ കൈ പിടിച്ച് നടക്കും. ആ കുഞ്ഞ് ഒന്ന് ഇടറിയാൽ ആരുടെ കയ്യിലാണ് കുഞ്ഞിൻ്റെ കൈ ഇരിക്കുന്നത് അവരത് മനസ്സിലാക്കുന്നുണ്ട്. കാലിടറിപ്പോകുന്നത് ഒരു കുഞ്ഞിൻ്റെ നടപ്പിൽ സാധാരണ സംഭവമാണ്. പക്ഷേ മുതിർന്ന ആളിൻ്റെ ബലമുള്ള കയ്യിൽ ആ കുഞ്ഞിൻ്റെ കരങ്ങൾ ഇരിക്കുമ്പോൾ കുഞ്ഞ് വീഴാതെ ആ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത്. ആ പരിജ്ഞാനമാണ് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായ പരിജ്ഞാനം. ഈ പ്രപഞ്ചത്തിലെ സാങ്കേതിക വിദ്യകളൊന്നും അതിന് പര്യാപ്തമല്ല. ദൈവപരിപാലനയുടെ ആഴവും ആക്കവും മനസ്സിലാക്കുവാൻ
ദൈവമേ, എൻ്റെ ശരീരാത്മദേഹികളെ, എൻ്റെ അന്തരാത്മാവിനെ ശക്തീകരിക്കണമേ. നിന്നെ കാണുവാൻ, നിന്നെ എപ്പോഴും സ്തുതിക്കുക, എപ്പോഴും സ്തുതിക്കുവാൻ. ആപത്തുകളുടെ മധ്യത്തിൽ കൂടി പോകുമ്പോഴും ഇത് ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിക്കാതെയല്ല. അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എൻ്റെ തിന്മയ്ക്കല്ല, ശുഭകരമായ ഭാവി എനിക്ക് വേണ്ടി പ്രദാനം ചെയ്യുവാൻ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ശുഭകരമായി നടത്തുവാൻ നമുക്ക് പരമേൽപ്പിക്കാം.